ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിനും ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷന് രണ്ട് ക്ലാസിഫിക്കേഷൻസും അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസുമാണ് മെയിനായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ ടോപ്പിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബിൽഡിംഗ് കമ്പോണൻസ് ഒന്ന് നോക്കാം. മേജറായിട്ട് നമുക്ക് പഠിക്കാനുള്ള കമ്പോണൻസ് 3 എണ്ണമാണ്. സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, പ്ലിന്ത്, സൂപ്പർ സ്ട്രക്ചർ. സോ ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ നോക്കാം. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താ? ബിൽഡിങ്ങിന്റെ ഒരു കമ്പോണന്റ്, അതെന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന് താഴെയായിട്ടായിരിക്കും കാണുന്നത്. അതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. മേജർ ഈ സൂപ്പർ സ്ട്രക്ചറിലുള്ള ലോഡിനെ സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നതാണ് അതിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ KPSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ബിൽഡിങ്ങിന്റെ കമ്പോണന്റ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ പാർട്ട് ഏതാണ് അത് ചോദിക്കാറുള്ളതാണ്. ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റിനകത്ത് സബ്സ്ട്രക്ചർ എന്നും കാണാം. നെക്സ്റ്റ് വൺ ആണ് പ്ലിന്ത്. പ്ലിന്ത് എന്ന് പറയുന്നത് എബവ് ദ ഗ്രൗണ്ട് ലെവൽ. ഫിഗർ ശ്രദ്ധിച്ചാൽ എബവ് ദ ഗ്രൗണ്ട് ലെവലും അപ് ടു ഫ്ലോർ ലെവൽ ഇമ്മീഡിയറ്റ്ലി എബവ് ദ ഗ്രൗണ്ട് ആണെങ്കിൽ അതിനെയാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. അത് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. പ്ലിന്ത് ലെവൽ സാധാരണ നമ്മൾ പ്ലിന്ത് കാണിക്കുന്ന ഒരു 45 സെന്റിമീറ്റർ ഒക്കെയാണ് പ്ലിന്ത് കാണിക്കാറുള്ളത്. നെക്സ്റ്റ് വൺ ആണ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നെങ്കിൽ ക്വസ്റ്റിനകത്ത് ചില സമയത്ത് പ്ലിന്ത് ലെവലിന് മുകളിൽ നിന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിന് മുകളിലായിട്ടുള്ള പോർഷൻ. എന്തായാലും ഈ രണ്ട് ഗ്രൗണ്ടിനോ അല്ലെങ്കിൽ പ്ലിന്തിനോ മുകളിലായിട്ടുള്ള പോർഷനെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയാറുള്ളത്. ഫിഗറിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് എബോവ് ഉള്ള പോർഷനെ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ബിൽഡിംഗ് കമ്പോണൻസിനെ 3ആയിട്ട് തിരിക്കുന്നു: ഫൗണ്ടേഷൻ, പ്ലിന്ത്, സൂപ്പർ സ്ട്രക്ചർ. ഇതിന് ക്വസ്റ്റ്യൻസ് കാരണം ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരിക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫൗണ്ടേഷൻ മാത്രമാണ്. സോ നമുക്ക് ഫൗണ്ടേഷൻ സെപ്പറേറ്റ് പഠിക്കാം. സോ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിന് താഴെയായിട്ടുള്ള ബിലോ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന പാർട്ട് ഓഫ് ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. എല്ലാ ലോഡ്സിനെയും സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എവിടെ കൂടെയാണ്? ത്രൂ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചേഴ്സിലൂടെ ആയിരിക്കും. സോ അത്രേ ഇവിടെ പറയുന്നുള്ളൂ. ദ പാർട്ട് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ഓൾ ദ ലോഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു സോയിൽ ബൈ ഫൗണ്ടേഷൻ. നെക്സ്റ്റ് വൺ ആണ് പ്ലിന്ത്. ഇത് ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ. പ്ലിന്ത് എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് പാർട്ട് എബവ് ദ ഗ്രൗണ്ട് ലെവൽ അപ് ടു ഫ്ലോർ ലെവൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഗ്രൗണ്ട്. ആൻഡ് ഹൈറ്റ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ 45 സെന്റിമീറ്റർ. ഇത് ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ 45 സെന്റിമീറ്റർ. പ്ലിന്തിന്റെ ഹൈറ്റ് 45 സെന്റിമീറ്ററിനെക്കാട്ടിലും കുറയാൻ പാടില്ല. അപ്പൊ ഓർത്തിരിക്കുക, പ്ലിന്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽഡിംഗ് പാർട്ട് ഗ്രൗണ്ട് ലെവലിന് എബോവ് ആയിട്ടും അപ് ടു ഫ്ലോർ ലെവലുമായിട്ടായിരിക്കും ആ ഒരു പോർഷൻ നിൽക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ പ്ലിന്ത്. ആൻഡ് ലാസ്റ്റ് പാർട്ടാണ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ പ്ലിന്ത് ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ. ചില ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെ എടുത്ത് ചോദിക്കാറ്. പ്ലിന്ത് ലെവൽ ചിലപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതിന് എബോവ് ആയിട്ടുള്ള പാർട്ടാണ് എങ്കിൽ അതിനെ സൂപ്പർ സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുന്നത്. സോ പാർട്ട് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് എബോവ് ദ പ്ലിന്ത് ലെവൽ ഓർ ഗ്രൗണ്ട് ലെവൽ, ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർ സ്ട്രക്ചർ. സോ നമ്മള് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യം 3 ബിൽഡിംഗ് കമ്പോണൻസ് പഠിച്ചിരുന്നു: സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, പ്ലിന്ത്, സൂപ്പർ സ്ട്രക്ചർ. അതിനകത്ത് ഫൗണ്ടേഷൻ മാത്രം നമ്മളിങ്ങനെ എടുക്കുകയാണ്. അതിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. മെയിൻലി KPSC ഈ ഫൗണ്ടേഷന്റെ ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സിന് വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം നോക്കാം. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, അതിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഷാലോ ഡെപ്ത് എന്ന് വെച്ചാൽ ഡെപ്ത് കുറവായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഷാലോ ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഡെപ്ത് കൂടുതലായിരിക്കും.
വിഡ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്ത് കൂടുതലാവുന്ന ഫൗണ്ടേഷൻ ആണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇതിനകത്തെ ക്ലാസിഫിക്കേഷൻസും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് ഷാലോ ഫൗണ്ടേഷന്റെ ടൈപ്സ് നോക്കാം. അതിനകത്ത് മെയിൻലി നമുക്ക് വേണ്ട കുറച്ച് ഫൗണ്ടേഷൻസ് ആണിത്. വാൾ ഫൗണ്ടേഷൻ, ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ, കമ്പൈൻഡ് ഫൂട്ടിംഗ്, കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഫൂട്ടിംഗ്, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഇതിനകത്ത് നമുക്ക് മെയിൻലി ഇതൊക്കെ എന്താണ് എന്ന് ആ ഡെഫിനിഷൻ ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത്. സോ ചെറിയ ചെറിയ ഡെഫിനിഷൻസ് മാത്രമേ ഉള്ളൂ, നമുക്കതൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് വാൾ ഫൗണ്ടേഷൻ ഓർ സ്പ്രെഡ് ഫൂട്ടിംഗ്. മെയിൻലി നമ്മുടെ റെസിഡൻഷ്യൽ ഹൗസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാൾസിന് താഴെ കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ വാൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ് കൊടുക്കുക എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ട് സ്ട്രിപ്പ് ഫൂട്ടിംഗ്. എന്താണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ്? വാൾ ഫൗണ്ടേഷൻ എന്ന് പറയാറുണ്ട്, സ്പ്രെഡ് എന്ന് പറയാറുണ്ട്, സ്ട്രിപ്പ് എന്ന് പറയാറുണ്ട്. ഈ സ്ട്രിപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് ഓർത്തിരിക്കുക. അപ്പൊ വോളിന് താഴെ, നമ്മുടെ സാധാരണ വോളിന് താഴെ കൊടുക്കുന്ന ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണ് ഇത് വാൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് പറയേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതിന്റെ ബോട്ടം പോർഷൻ ഓഫ് വാൾ ഈസ് ഫോംഡ് ഇൻ സിമിലർ ബോട്ടം ഓർ സ്റ്റെപ്പ്ഡ് ബോട്ടം. ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ആ സ്റ്റെപ്പ്ഡ് ബോട്ടം എന്ന് പറയുന്നത്. നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഇപ്പൊ ബിൽഡിംഗ് പ്ലാൻ വരച്ചിട്ട് നമ്മൾ സെക്ഷൻ ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ്ഡ് ബോട്ടം കാണാറുണ്ട്. ഒന്നെങ്കിൽ സിമിലർ ബോട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെപ്പ്ഡ് ബോട്ടംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ബോട്ടം പോർഷൻ ഈസ് ഫോംഡ് വിത്ത് എ കോൺക്രീറ്റ് ഓർ ഫോംഡ് വിത്ത് എ മെറ്റീരിയൽ ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദ വാൾ കൺസ്ട്രക്ഷൻ. സോ അത് കോൺക്രീറ്റോ മറ്റേതെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, അറ്റ്ലീസ്റ്റ് 2 times the breadth of a wall base width should be the foundation. സോ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വാൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലാണ് വാളിന് താഴെയായിട്ട് കൊടുക്കുന്ന ടൈപ്പ് ഫൂട്ടിംഗ് ആണ്. ഓരോ പേര് ഓർത്തിരിക്കുക, സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അത് സ്റ്റെപ്പ്ഡ് ഫാഷൻസിലോ അല്ല എങ്കിൽ അവിടെ തന്നിരിക്കുന്ന സിമിലർ ബോട്ടത്തിലോ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സോ ഇത്രയേ ഉള്ളൂ വാൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ്. നെക്സ്റ്റ് ഒരു ടേം ആണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് റിലേറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്സിലാണ്. അതിനാണ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഒരു വാൾ ഫൗണ്ടേഷൻ, അത് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആണ്. ആ സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങിന്റെ ഒരു പ്രൊജക്ഷൻ ആണ്. ആ പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ദ പ്രൊജക്ഷൻ ഓഫ് എ ലോവർ സ്റ്റെപ്പ് ഫ്രം വെർട്ടിക്കൽ ഫേസ് ഓഫ് അപ്പർ സ്റ്റെപ്പ് ഇൻ എ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്. ഒരു സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങിനകത്ത് ലോവർ സ്റ്റെപ്പിന്റെ വെർട്ടിക്കൽ ഫേസും അപ്പർ സ്റ്റെപ്പും മേക്ക് ചെയ്യുന്ന ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ആ തള്ളലിനെ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ്. ഓക്കെ, അതാണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൊജക്ഷൻ ഓഫ് ദ ലോവർ സ്റ്റെപ്പ് from the vertical face of upper step in a stepped footing, that is called offset. Isolated footing. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനോ അല്ലെങ്കിൽ ബ്രിക്ക് പില്ലേഴ്സ്, കോളം, അതിനൊക്കെ അണ്ടറിൽ കൊടുക്കുന്ന ടൈപ്പ് ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. പ്രത്യേകത ആ പേരിൽ തന്നെ ഐസൊലേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് വെച്ചാൽ. അതാണ് those foundations are formed for individual concrete or brick pillar. Next, those base structures are formed in stepped or sloped position. So that is called isolated footing. And ആ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു കോളത്തിന്റെ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ബ്രിക്ക് പില്ലറുകളോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറോ ഉണ്ടെങ്കിൽ അതിന് താഴെ കൊടുക്കുന്ന ടൈപ്പ് ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് 2 കോളം കൺസിഡർ ചെയ്യാതെ അടുത്തടുത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് രണ്ടിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്തപ്പം അത് ഓവർലാപ്പ് ചെയ്യാം. ഫൂട്ടിങ്സുകൾ ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്യാം. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കേസിലാണ് ഈ കമ്പൈൻഡ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൂട്ടിങ്സിന് ഒത്തിരി ഏരിയ ആവശ്യമാവുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് അൺഎക്കണോമിക്കൽ ആണ്. അങ്ങനെയുള്ള കണ്ടീഷനും കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉപയോഗിക്കാം. അതേപോലെ എൻഡ് കോളം
പ്രോപ്പർട്ടി ലൈൻ അല്ലെങ്കിൽ ബൗണ്ടറി ലൈൻ അടുത്തായിട്ടാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസും കമ്പൈൻഡ് ഫൂട്ടിങ്സ് അഡോപ്റ്റ് ചെയ്യാം. സോ കണ്ടീഷൻസ് ഓർത്തിരിക്കണം. ഒന്ന്, ഫൂട്ടിങ്സ് ഓവർലാപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ്, പിന്നെ ബിയറിംഗ് കപ്പാസിറ്റി കുറവാകുന്നിടത്ത്, അതേപോലെ മോർ ഏരിയ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൂട്ടിങ്സിന് ഒത്തിരി ഏരിയ വേണ്ടി വരുന്നിടത്ത്, എൻഡ് കോളം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ലൈന് അടുത്തായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഫൂട്ടിംഗ് ആണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ ഫൂട്ടിംഗ് പ്രൊവൈഡഡ് ഫോർ 2 or more column when an exterior column is situated near boundary line of the plot. Okay. Next, continuous footing. Continuous footing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, in this type of footing, a single continuous RC slab is provided as a foundation of 2 or more column in a row. Okay. ഒരു 2 അല്ലെങ്കിൽ മോർ കോളംസ് ഒരു റോയിൽ ഉണ്ടെങ്കിൽ അവയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ കണ്ടിന്യൂസ് RC സ്ലാബ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ടൈപ്പ് ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. So in this type of footing, a single continuous RC slab is provided as a foundation of 2 or more column in a row. അതാണ് continuous footing. നെക്സ്റ്റ് വൺ ആണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ്. ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ്സ് എന്ന് പറയുന്നത് മെയിൻലി ബ്രിഡ്ജുകളിലാണ് ഉപയോഗിക്കാറുള്ളത്. ഒരു റെയർ ടൈപ്പ് ഫൂട്ടിങ്സ് ആണിത്. ഇതിന്റെ റൈസും സ്പാനും, ഞാൻ ആർച്ചിൽ എന്താണ് റൈസ് സ്പാൻ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ റൈസ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ആർച്ചിന്റെ റൈസ് ഈക്വൽ ടു 1/5 to 1/10 ഓഫ് ദ സ്പാൻ ആണ്. അത് ഓർത്തിരിക്കുക. റൈസ് എന്ന് പറയുന്നത് 1/5 to 1/10 ഓഫ് ദ സ്പാൻ ആണ്. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? While forming the foundation in soft and fine soil, those footings are used to reduce the depth of foundation. Mainly foundation depth കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ടൈപ്പ് ഫൂട്ടിങ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻഡിലിവർ ഫൂട്ടിംഗ്. ഇതിന്റെ പ്രത്യേകത, നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് പറഞ്ഞായിരുന്നു. 2 കോളം ഉണ്ട്, അതിനകത്ത് ഒത്തിരി ഏരിയ ആണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതിന് വേണ്ടിയെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഓൾട്ടർ വേർഷൻ ആണ് ഈ സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻഡിലിവർ ബീം ഉപയോഗിച്ചാണ്. എൻറ്റയർ ആയിട്ട് ഏരിയയിലെ നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഫൂട്ട് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഒരു സ്ട്രാപ്പ് ബീം അല്ലെങ്കിൽ ഒരു കാൻഡിലിവർ ബീം ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഡെഫിനിഷനിൽ പറഞ്ഞത്. ഫൂട്ടിംഗ് കൺസിസ്റ്റ് ഇൻ ആൻ eccentric footing for an exterior column and concentric footing for an interior column. എക്സ്റ്റീരിയറിനെയും ഇന്റീരിയറിനെയും കൂടി കണക്ട് ചെയ്തിട്ടാണ് ആ സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻഡിലിവർ ബീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റീൽ സാൻഷിൽ നിന്ന് വരുന്ന ഹെവി ലോഡ്സിനെ സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So those foundations are used to transmit heavy loads from steel column to the soil having low bearing power. അതിന് ഉപയോഗിക്കുന്ന ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്ലാഞ്ച് RS ജോയിന്റ്. RS എന്ന് പറഞ്ഞാൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. അതിൽ കൊടുക്കുന്ന ഫ്ലാഞ്ചിന്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഐ ബീമുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഐ സെക്ഷൻസ് ആയിരിക്കും. ഐ സെക്ഷനകത്ത് ഫ്ലാഞ്ച് ഉണ്ടല്ലോ, ആ ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അതെന്ന് പറയുന്നത് 1.5 to 2 times the width of flange അല്ലെങ്കിൽ 300 mm. ഇതിൽ ഏതെങ്കിലും വാല്യൂസ് ലെസ്സർ ആയിട്ടുണ്ടോ അതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഏതാണ്? 1.5 to 2 times the width of flange, 300 mm, which ever is less. ഇതിൽ ഏതാണ് കുറവ് വാല്യൂ അതാണ് നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്ലാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഡെപ്തിന്റെ ലിമിറ്റ്. ഇതിന്റെ ഡെപ്തിന്റെ ലിമിറ്റ് ആണ് 1 to 1.5 മീറ്റർ. സോ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്റ്റീൽ സാൻഷിൽ നിന്നുള്ള ഹെവി ലോഡ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ, അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്ലാഞ്ച് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്,
അത് 1.5 to 2 times the width of flange, 300 mm, whichever is less. പിന്നെ ഡെപ്ത് ആണ് 1 to 1.5 meter. നെക്സ്റ്റ് വൺ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ വേറൊരു വേർഷൻ ആണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകത, ഒരു ബിൽഡിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വോൾ ഉണ്ട്, കോളം ഉണ്ട്, അതിന്റെ എല്ലാ ഭാഗത്തെയും കൂടി കവർ ചെയ്ത് എൻ്റെയർ ഏരിയ കവർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് ഫൂട്ടിംഗ് ആണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് എ കമ്പൈൻഡ് ഫൂട്ടിംഗ് ദാറ്റ് കവേഴ്സ് ദ എൻ്റെയർ ഏരിയ ബെനീത്ത് എ സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട്സ് ഓൾ ദ കോളം. ഇനി ഇത് ഏത് സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്? പ്രത്യേകത എന്ന് വെച്ചാൽ സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറവാണ് പ്യുവർ ആയ കണ്ടീഷൻസിൽ. അതേപോലെ ഒരു സ്ട്രക്ചറിനകത്ത് ഷോക്കും ജേർക്സും കോൺസ്റ്റന്റ്ലി സബ്ജക്റ്റ് ചെയ്യുന്നിടത്താണെങ്കിൽ, അതേപോലെ കംപ്രസിബിൾ ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ, പിന്നെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്സിനെ നമുക്ക് ആ ഒരു പ്ലേസിൽ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്നിടത്തുമാണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ക്രൈറ്റീരിയാസ് ഓർത്തിരിക്കണം. ബിയറിംഗ് കപ്പാസിറ്റി കുറവുള്ളിടത്ത്, കോൺസ്റ്റന്റ് ആയിട്ട് ആ സ്ട്രക്ചർ ഷോക്കോ ജേർക്സോ അല്ലെങ്കിൽ കംപ്രസിബിൾ ആയിട്ടുള്ള സോയിൽസ് ആണ്, അതേപോലെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള സെറ്റിൽമെന്റ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ആ ക്രൈറ്റീരിയാസിലൊക്കെയാണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഈ റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷന്റെ വേറൊരു പേര്, അത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ. അതിനെയാണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനൊരു റീസൺ എന്ന് പറയുന്നത്, the loading on the soil remains practically same after the construction of building. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സോയിലിലേക്കുള്ള ലോഡിംഗ് എന്ന് പറയുന്നത് ഒരുപോലെയാണെങ്കിൽ, സോയിലിലേക്കുള്ള ലോഡിങ്സ് ഒരുപോലെയാണെങ്കിൽ ആ ടൈപ്പ് ഫൗണ്ടേഷൻ, അതാണ് റാഫ്റ്റ് മാറ്റ് അല്ലെങ്കിൽ മാറ്റ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അങ്ങനെയുള്ളതാണ്. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ പേര് വിളിച്ച് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻസ് എന്നാണ് വിളിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്തിനു പകരം വിളിക്കുന്നതാണ്? റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റിന് വേറൊരു പേരാണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഫൗണ്ടേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഫോർ ബിൽഡിംഗ്സ് ഓൺ ക്ലേ ഈസ് ഓപ്ഷൻസ് 0.2 to 0.4 meter, 0.4 to 0.6 meter, 0.6 to 0.9 meter, 0.9 to 1.6 meter. Answer option D, 0.9 to 1.6 meter. The minimum depth of foundation for buildings on clay is answer 0.9 to 1.6 meter. When heavy structural loads from the columns are required to be transferred to a soil of low bearing capacity, the most economical foundation is options shallow foundation, raft foundation, deep foundation, last grillage foundation. Answer option D, grillage foundation. Structural loads, കോളത്തിൽ നിന്നും വരുന്ന സ്ട്രക്ചറൽ ലോഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. In made up ground having a low value of its bearing power, heavy concentrated structural loads are generally supported by providing options shallow foundation, raft foundation, deep foundation, grillage foundation. Answer option B, raft foundation. Conditions ഓർത്തിരിക്കുക. ബിയറിംഗ് കപ്പാസിറ്റി കുറവാണ് സോയിലിന്, ഹെവി കോൺസെൻട്രേറ്റഡ് സ്ട്രക്ചറൽ ലോഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എടുക്കുന്ന ഫൗണ്ടേഷൻ. അതിന്റെ ആൻസർ ആണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഇപ്പൊ ഹെവി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോളം ആണെങ്കിൽ മാത്രമേ ആൻസർ ഗ്രില്ലേജ് വരത്തുള്ളൂ. അല്ലാതെ സ്ട്രക്ചറിന്റെ മുഴുവൻ ലോഡിനെ സപ്പോർട്ട് ചെയ്യാൻ വെൻ ഹാവിംഗ് കണ്ടീഷൻ എന്താണ്? ബിയറിംഗ് വാല്യൂ കുറവാണ്, സോയിലിന്റെ ബിയറിംഗ് പവർ കുറവാണ് എങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ആൻസർ ഓപ്ഷൻ ബി, റാഫ്റ്റ് ഫൗണ്ടേഷൻ. Which of the following foundation is used for weaker soil? Options grillage foundation, raft foundation, column foundation, all of those. Answer option D,
all of those. കാരണം വീക്കർ ആയിട്ടുള്ള സോയിൽസിനെ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻസ് ഗ്രില്ലേജ് വരും, റാഫ്റ്റ് വരും, കോളം ഫൗണ്ടേഷൻ, ഇതെല്ലാം വരുന്ന ആൻസർ ആണ്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി, all of those. The lowest part of a structure which transmit the load to the soil is known as. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു കാര്യം. നമ്മുടെ ബിൽഡിംഗ് കമ്പോണൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയായിരുന്നു? സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, പ്ലിന്ത്, പിന്നെ സൂപ്പർ സ്ട്രക്ചർ. അതിനകത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോയിലിലേക്ക് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ലോവസ്റ്റ് പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ ഡി, ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ എന്നും ക്വസ്റ്റ്യനകത്ത് കാണാറുണ്ട്. സോ ഓർത്തിരിക്കുക, ആൻസർ ഓപ്ഷൻ ഡി, ഫൗണ്ടേഷൻ. The maximum bearing capacity of soil is that of options: dry coarse sandy soil, fine sandy soil, black cotton soil, hard rock. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മാക്സിമം ബിയറിംഗ് കപ്പാസിറ്റി കൂടുതലുള്ള സോയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വരും, ഹാർഡ് റോക്ക്. ഈ ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡർ ആയിട്ടുള്ള റോക്ക് അല്ലെങ്കിൽ ബിയറിംഗ് കപ്പാസിറ്റി കൂടുതൽ മാക്സിമം ആയിരിക്കുന്ന റോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഹാർഡ് റോക്ക്. സോ ഓപ്ഷൻ ഡി, ഹാർഡ് റോക്ക്. Last question. The raft foundation are generally used when the required area of footing is dash the total area of structure. Options: less than 1/2, less than 1/4, more than 1/4, more than 1/2. Answer option D, more than 1/2. സാധാരണ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഒരു കണ്ടീഷൻ ആണ്. നമ്മുടെ ഫൂട്ടിങ്ങിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ സ്ട്രക്ചറിന് ഒരു ഏരിയ ഉണ്ട്, അതിന്റെ 50% കൂടുതലാവുന്ന കണ്ടീഷനിലാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് മോർ ദാൻ 1/2 എന്ന് പറഞ്ഞേക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ബാക്കി പോർഷൻസും ബാക്കി ടോപ്പിക്സും എല്ലാം നമുക്ക് അടുത്ത വീഡിയോസിൽ കണ്ടിന്യൂ ചെയ്യാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.